ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മലയാളപ്പുഴ രാജൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള മലയാളപ്പുഴ ക്ഷേത്രത്തിലെ ആനയാണ് രാജൻ. മറ്റ് ആനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജൻ്റേത് ഏറ്റവും ദൈർഘ്യമേറിയ നീരുകാലമാണ്. ഏകദേശം 8 മാസത്തോളം ആന നീരിലാണ് നിൽക്കുന്നത്. ഈ നീരുകാലത്ത് തിരുവമ്മണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര വളപ്പിലാണ് ആനയെ തളച്ചിരിക്കുന്നത്. ഇവിടെ ഉത്സവത്തിന് കൊണ്ടുവന്നപ്പോൾ 3 ഉത്സവത്തിന് എഴുന്നള്ളിച്ച് കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് നീരിൽ കെട്ടേണ്ട അവസ്ഥ വന്നു. ഒരു നാടൻ ആനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആനയാണ് മലയാളപ്പുഴ രാജൻ. അത്യാവശ്യം ഹൈറ്റ്, വീണെടുത്ത കൊമ്പുകൾ, നിലത്തിഴയുന്ന തുമ്പി, അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആനയാണ് മലയാളപ്പുഴ രാജൻ. ഇവൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്. നല്ല ഉരുണ്ട, പുറത്തെ കുന്തി നിൽക്കുന്ന ഉരുണ്ട കണ്ണുകൾ. ആദ്യമായി കാണുന്ന ആർക്കും പേടി തോന്നുന്ന രീതിയിലുള്ള കണ്ണുകളാണ് രാജൻ്റേത്. മതപ്പാട് സമയത്ത് ചട്ടക്കാരെ അടുപ്പിക്കാത്ത സ്വഭാവമാണ് രാജനുള്ളത്. ബൈക്കിലൂടെ ചെന്ന് ചങ്ങല മാറ്റിക്കെട്ടുക, രണ്ടാം മാറ്റുക, അങ്ങനെയുള്ള അത്യാവശ്യ ജോലികൾക്ക് സമ്മതിക്കുമെങ്കിലും ആനയുടെ മുന്നിൽ ചെല്ലാൻ അവർക്ക് അനുവാദമില്ല. എന്നാൽ പുറമേക്കാർക്ക് ആനയുടെ കയ്യിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കാനും മറ്റും ആന സമ്മതിക്കുന്നുണ്ട്. മലയാളപ്പുഴക്കാർക്ക് ആണെങ്കിൽ അടുത്ത് ചെല്ലുവാനും ആനയുടെ അടുത്ത് കയറി ചെല്ലുവാനുമുള്ള അനുവാദം ആന നൽകുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഏകദേശം 80ഓളം പരിപാടികൾ ഈ 4 മാസത്തിനുള്ളിൽ രാജൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ശബരിമല അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും തിടമ്പ് ഏറ്റവും കൂടുതൽ തവണ ഏതാണ്ട് 20-22 വർഷത്തോളം തുടർച്ചയായി എടുക്കാനുള്ള ഭാഗ്യവും രാജനുണ്ടായിട്ടുണ്ട്. അത് രാജന് അങ്ങനെ ഒരു വിശേഷണം കൂടെ വന്നു, വാഹന പ്രിയൻ എന്നുള്ള വിശേഷണം കൂടെ. പിന്നീട് ശബരിമല ഉത്സവത്തിൻ്റെ തീയതി മാറ്റി നിശ്ചയിച്ചപ്പോൾ, അതായത് നേരത്തെ അത് മണ്ഡല കാലത്തിലായിരുന്നു നടന്നത്. ഇപ്പോൾ മേടമാസത്തിലെ പൈങ്കിനി ഉത്തരത്തിനാണ് ശബരിമല ഉത്സവം. അങ്ങനെ ആ കാരണത്താൽ രാജന് ശബരിമലയിൽ പോകാൻ പിന്നീട് സാധിച്ചിട്ടില്ല. അതുപോലെ മലയാളപ്പുഴ ക്ഷേത്രത്തിലെ എല്ലാ ഉത്സവത്തിനും തിടമ്പേറ്റാനുള്ള ഭാഗ്യം രാജനുണ്ടായിട്ടില്ല. മിക്ക വർഷങ്ങളിലും അവിടുത്തെ ഉത്സവത്തിൻ്റെ സീസണിൽ രാജൻ മതപ്പാടിലാണ്. പിന്നെ രാജനെക്കുറിച്ച് രാജന് ഒരു അപലക്ഷണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നത് രാജൻ 16 നഖക്കാരനാണെന്നുള്ളതാണ്. എന്നാൽ അതിനെ മറികടക്കുന്ന നല്ല ലക്ഷണങ്ങൾ രാജനുണ്ടെന്ന് മുൻ ചട്ടക്കാരനായിരുന്ന ശിവരാമൻ ചേട്ടൻ മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു. പല വീഡിയോസിലും പുള്ളി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള പല വീഡിയോസിലും പുള്ളി അതിനെ കണ്ണിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ രാജൻ എന്തുകൊണ്ടും നല്ല ഉത്തമനായ ഒരു ആനയാണെന്ന് പുള്ളി പറയുന്നുണ്ട്. പിന്നെ മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശീലം രാജനുള്ളത് ക്ഷീണം വന്നാൽ പകൽ കിടന്നുറങ്ങുന്നതാണ്. ഇത് ആരാണ് ഇതിനെ അങ്ങനെ പരിശീലിപ്പിച്ചതെന്നോ ഒന്നും അറിയില്ല. ശിവരാമൻ ചേട്ടനൊക്കെ ഉള്ള കാലത്ത് അദ്ദേഹം രാജൻ്റെ കൂടെ
രാജൻ്റെ നടയിൽ തല വെച്ചുറങ്ങുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് പല ചട്ടക്കാരും അത് അനുകരിച്ച് ആനയുടെ കൂടെ കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ആന സ്വയം ചെയ്തതാണോ അതോ ചട്ടക്കാർ അതങ്ങനെ പരിശീലിപ്പിച്ചെടുത്താണോ ഒന്നും അറിയില്ല. എങ്കിലും അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ മുതൽ രാജൻ്റെ ഒന്നാം ചട്ടം അമ്പലപ്പുഴ ഗോപൻ ചേട്ടനാണ്. രണ്ടാമനായും മൂന്നാമനായും ആകാശ് വിനയൻ എന്നിവർ കൂടിയുണ്ട്. രാജൻ മതപ്പാട് കാലം നല്ല രീതിയിൽ പൂർത്തിയാക്കി നല്ലൊരു സീസണ് തുടക്കം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.